യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഉച്ചകോടികളും അതിന്റെ വേദികളുമാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വേദികൾ. അതിലെ ഉച്ചകോടികൾ, അന്താരാഷ്ട്ര ഉച്ചകോടികളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ വേദികളും പഠിക്കണം, ഇതുപോലെ സ്പോർട്സ് വേദികൾ, അങ്ങനെ ഒരുപാട് വേദികൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നോക്കുന്നത് അന്താരാഷ്ട്ര ഉച്ചകോടികൾ മാത്രമാണ്. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നോക്കുന്നത് G20 ഉച്ചകോടിയാണ്. സ്ഥിരമായിട്ട് എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ് G20, G7 ഒക്കെ. നമ്മൾ ഇന്ന് നോക്കുന്നത് G20 ഉച്ചകോടിയാണ് കേട്ടോ. നമ്മുടെ ഈ വർഷം എവിടെയായിരുന്നു, കഴിഞ്ഞ വർഷം എവിടെ, ഇനിയുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് നടത്തുന്നത്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ G20 ഉച്ചകോടി എന്ന് പറയുമ്പോൾ 2023 18ാമതാണ് നടന്നത്. അതെവിടെയാണ്? ഇന്ത്യ, ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ് നടന്നത്. 2023 ചിലപ്പോ 2023 എന്ന് തന്നെ ആയിരിക്കില്ല, എത്രാമത്തെ എഡിഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ശരി, 19ാമത്തെ എഡിഷനായ G20 ഉച്ചകോടി എവിടെയായിരുന്നു, അതിന്റെ വേദി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് 2023 ആണോ 24 എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ 2024 ഈ വർഷത്തത് 19th എഡിഷൻ ആണ്. അത് നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. ഓക്കെ, 2025 ഇനി നടക്കാൻ പോകുന്നത് 20th ആണ്. അതെവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ 2026 21ാമത്തത് US വെച്ചിട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. വേദികൾ മാത്രമാണ് ചോദിക്കാറ് സാധാരണ. പിന്നെ 2024 പ്രമേയം പഠിക്കുക. ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും എന്താ ചോദിക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. 2023 ഏത് എഡിഷൻ ആണെന്ന് പഠിക്കുക. 2024 ഏത് എഡിഷൻ ആണെന്ന് പഠിക്കുക. 2024 19ാമത്തെ എഡിഷൻ ആണ്, ബ്രസീലിലാണ്. 2023 ഇന്ത്യ, ന്യൂഡൽഹി. ഇനി 25 സൗത്ത് ആഫ്രിക്കയാണ്. 26 US ആണ്. ഓക്കെ, G20 ഉച്ചകോടി ഇത്രയേ ഉള്ളൂ. അപ്പം G20 എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് 20 കൺട്രീസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി എനിക്കൊന്നും ഏതോ വേറൊരെണ്ണത്തിന് കൂടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ G21 ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നൊന്നും ഇതുവരെ PSCക്ക് ചോദിച്ചിട്ടില്ല, ചോദിക്കുമെന്ന് അറിയില്ല. അടുത്ത അതുപോലെയാണ് പ്രധാനപ്പെട്ടതാണ് G7 ഉച്ചകോടി. ഓക്കെ, G7 എന്ന് പറയുമ്പോ ഇത് മറ്റേത് 20 എന്ന് പറയുമ്പോൾ 20 കൺട്രീസ് ഉണ്ട്, 7 എന്ന് പറയുമ്പോൾ 7 കൺട്രീസ് ഉണ്ട് കേട്ടോ. അപ്പൊ 2023 49ാമത്തെ എഡിഷൻ ആണ്. 2023 49ാമത്തെ എഡിഷൻ എവിടെയായിരുന്നു? ജപ്പാനിലായിരുന്നു. 2024 എന്ത്? 50ാമത്തത് എവിടെയാണ്? അപ്പൂലിയ എന്ന് പറയുമ്പോൾ ഇറ്റലിയിലെ ഒരു സ്ഥലമാണ്. ചിലപ്പോ അതായിരിക്കും ചോദിക്കുക, അതുകൊണ്ടാണ് അതുകൂടി കൊടുത്തേക്കുന്നത്. 25 51ാമത്തതാണ് കാനഡയിൽ വെച്ചിട്ടാണ്. ഓക്കെയാണ്. G20 പഠിച്ചു. G7 ആണ്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള വേദികൾ കൂടെ ഉണ്ട് കേട്ടോ, സ്പോർട്സ് വേദികൾ. അപ്പം ആ രാജ്യങ്ങളും ഈ രാജ്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ പഠിക്കുമ്പോൾ വളരെ കുറച്ചായിട്ട് പഠിച്ചു പോവുക. സ്പോർട്സ് വേദികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു, അതിൽ ഒരുപാട് രാജ്യങ്ങളുടെ പേര് വരുന്നുണ്ട്. ഇതിലും ഒരുപാട് രാജ്യങ്ങളുടെ പേരാണ് വരുന്നത്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ G20 കഴിഞ്ഞു. G7 എന്ന് പറയുമ്പോൾ 2023 ജപ്പാനാണ്, 2024 ഇറ്റലി, 2025 കാനഡ. ഇത് എത്രാമത്തെ എഡിഷൻ ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ബ്രിക്സ് ഉച്ചകോടി കേട്ടോ. ബ്രിക്സ് ഉച്ചകോടി 2023 എത്രാമതായിരുന്നു? 15th ആണ് കേട്ടോ. 15ാമത് എഡിഷൻ ആണ്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. 2024 16ാമതാണ്. കസാൻ, റഷ്യയിലെ കസാൻ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. ഓക്കെ, ബ്രിക്സ് എന്ന് പറയുമ്പോ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇതാണ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ. അത് എളുപ്പമാണ്, അതിലുള്ള കൺട്രീസ് മാത്രം അക്ഷരങ്ങൾ വെച്ചിട്ട് പഠിച്ചാലും മതി കേട്ടോ. അപ്പൊ അടുത്ത ആസിയാൻ ഉച്ചകോടിയാണ്. അപ്പൊ നമ്മൾ ആസിയാൻ എന്ന വാക്കൊക്കെ പത്രത്തിൽ കൂടെ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആസിയാന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യയിലാണ് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. അത് അടുത്ത് 2023 42 43. അപ്പൊ അത് രണ്ടെണ്ണമാണ് നടക്കാറ് ഒരു വർഷം. 42ഉം 43ഉം ഇന്തോനേഷ്യ അതിന്റെ ഹെഡ്ക്വാർട്ടറിൽ വെച്ചിട്ടായിരുന്നു 2023. 2024 ലാവോസ് ആണ്. അത് 44ഉം 45ഉമാണ് കേട്ടോ. ഇനി 2025 46ാമതും 47ാമതും മലേഷ്യ. 2026 ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും എങ്ങാനും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടി ആഡ് ചെയ്തേക്കുന്നത്. അത് ഫിലിപ്പീൻസ് ആണ്. എന്തായാലും 23, 24, 25ഉം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ എന്താണ് ആസിയാൻ? എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. 2023 ഇന്തോനേഷ്യ, 24 ലാവോസ്, 2025 എവിടെയാണ്? മലേഷ്യ, 26 ഫിലിപ്പീൻസ് ആണ് കേട്ടോ. അടുത്ത നോക്കാം നാറ്റോ ഉച്ചകോടി. ഇപ്പൊ നാറ്റോ ഒക്കെ എക്സാംസിന് ചോദിക്കുന്നുണ്ട്.
അപ്പോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 2023 ലിത്വാനിയയിലായിരുന്നു. 2024 വാഷിംഗ്ടൺ DC എവിടെയാണ്? US ലാണ്. 2025 നെതർലാൻഡ്സ് ആണ്. വേദികൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്, അത് രൂപം കൊണ്ടതോ അതിന്റെ എപ്പോഴാണ് അതിന്റെ എന്താണ് അത് ചെയ്യുന്നത് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് വേദികൾ മാത്രം ഓർത്തിരിക്കുക കേട്ടോ. അത് മാത്രമേ നമ്മളൊന്ന് നോക്കുന്നുള്ളൂ. അപ്പൊ നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. 2023 ലിത്വാനിയ, 2024 വാഷിംഗ്ടൺ DC എവിടെയാണ്? US ലാണ്. അതുപോലെ തന്നെ 2025 എന്ന് പറയുമ്പോൾ എവിടെയാണ്? നെതർലാൻഡ്സിലാണ് അതിന്റെ വേദി വരുന്നത്. അടുത്ത യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് കോൺഫറൻസ്, COP എന്നാണ് പറയുന്നത് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് കോൺഫറൻസ് COP 29 ആണ്. 2024 അതാണ് 29 എന്ന് പറയുന്നത്. അതെന്താണ്? കാലാവസ്ഥാ ഉച്ചകോടി എന്നാണ് പറയുന്നത്. അത് ബാക്കു, അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അത് നടന്നത്. അടുത്ത് 2023 എന്ന് പറയുന്നത് 23 അപ്പം COP 28 ആയിരിക്കും. എവിടെയാണ് നടന്നത്? ദുബായിലാണ് നടന്നത്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് കോൺഫറൻസിന് COP 29 എന്ന് പറയും. 2024 ഏത് 29 എന്ന് പറയുന്നത്. അതെവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ബാക്കു അസർബൈജാനിലാണ്. 23 ദുബായിലാണ് നടന്നത്. ഓക്കെ, ഇത് കാലാവസ്ഥാ ഉച്ചകോടിയാണ്. ഓക്കെ ആണ്. അടുത്തിട്ട് നാം സബ്മിറ്റ് എന്ന്, നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നാണ് നാമിന്റെ പൂർണ്ണ രൂപം. നോൺ അലൈൻഡ് മൂവ്മെന്റ്, നാം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചകോടി എന്നാണ് കേട്ടോ. അടുത്ത് അതെവിടെയാണ്? 2024 ഉഗാണ്ടയാണ് അതിന്റെ വേദി. അടുത്ത് ക്വാഡ് എന്ന് പറയുമ്പോൾ ക്വാഡ്രിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് 2024. ഓക്കെ, ക്വാഡ്രിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗിന്റെ ആ ക്വാഡ്രിലേറ്ററലിന്റെ കോഡാണ് 2024 കോഡ് എന്ന് പറയുന്നത്. ക്വാഡ്രിലേറ്ററലിന്റെ കോഡ് ഓർത്തിരിക്കുക. ക്വാഡ്രിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് 2024 എവിടെയാണ്? US ലാണ് കേട്ടോ. US ലാണ് നടന്നത്. അടുത്ത് വേൾഡ് ഫുഡ് ഇന്ത്യ 2024 തേർഡ് എഡിഷൻ എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. ന്യൂഡൽഹിയിലായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന സബ്മിറ്റ്സ് ഒക്കെ കുറച്ച് നന്നായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോ അതായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പൊ എന്താണ്? വേൾഡ് ഫുഡ് 2024 എവിടെയാണ്? അതിന്റെ 3ാമത്തെ എഡിഷൻ എവിടെയാണ് നടന്നത് വെച്ചാൽ ന്യൂഡൽഹിയിലാണ് നടന്നത്. അതുപോലെ ഗ്ലോബൽ ഇന്ത്യ AI സബ്മിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റ് എവിടെയാണ് നടന്നത്? ന്യൂഡൽഹി തന്നെയാണ്. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചകോടിയാണ്. അടുത്ത വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് 2024 നടന്നത് നെതർലാൻഡ്സിലാണ്. വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് 2024 നെതർലാൻഡ്സിലാണ് കേട്ടോ. അടുത്ത ഇന്ത്യ എനർജി വീക്ക് 2024 എവിടെയാണ്? വേദി ഗോവയിലാണ്. ഇന്ത്യ എനർജി വീക്ക് 2024 ഗോവ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പം ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാന്ന് അറിയില്ല. പിന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സബ്മിറ്റ്സ് ഒക്കെ കുറച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി സബ്മിറ്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ക്വാഡ്രിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് 2024 എവിടെയാണ്? US ലായിരുന്നു. വേൾഡ് ഫുഡ് ഇന്ത്യ സബ്മിറ്റ് എവിടെയാണ്? 3ാമത്തെ എഡിഷൻ ന്യൂഡൽഹിയിലായിരുന്നു. ഗ്ലോബൽ ഇന്ത്യ AI സബ്മിറ്റ് എവിടെയായിരുന്നു? ന്യൂഡൽഹിയാണ്. വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് എവിടെയാണ്? 2024 നെതർലാൻഡ്സിലാണ് കേട്ടോ. ഇന്ത്യ എനർജി വീക്ക് എന്ന് പറയുന്നത് എവിടെയാണ് നടന്നത്? ഗോവയിലാണ് നടന്നത്. അടുത്ത അപ്പെക് ഉച്ചകോടി. എന്താണ്? 2023 US ലാണ്. 2024 31ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. 2024 31ാമത്തെ എഡിഷൻ എവിടെയാണ്? പെറു ആണ്. 2025 സൗത്ത് കൊറിയ. ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു. കൺഫ്യൂസ്ഡ് ആയി പോരുത്. അത്യാവശ്യം പാടാണ് രാജ്യങ്ങളുടെ പേര് പഠിച്ചു വെക്കാൻ. പക്ഷെ നമ്മളത് പഠിച്ചു തന്നെ പോകേണ്ടതുണ്ട്. 2024 അറ്റ്ലീസ്റ്റ് 2024 പഠിച്ചു വെക്കുക. ഓക്കെയാണ്. 2024 31ാമത്തെ എഡിഷൻ ആണ്. പെറുവിൽ വെച്ചിട്ടാണ്. 2025 വേദി സൗത്ത് കൊറിയയിലാണ്. ഓക്കെ. അടുത്ത SCO സബ്മിറ്റ്. SCO ഉച്ചകോടി അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുക. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് എവിടെയാണ്? ചൈനയിലാണ്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ചാൽ ബീജിംഗ് ചൈനയിലാണ്. ഓക്കെ. അടുത്ത് അത് 2023 നടന്നത് ഇന്ത്യയിലാണ്. അപ്പൊ അത് ചിലപ്പോ 2003 നടന്നത് എവിടെയെന്ന് ചോദിക്കാൻ എനിക്കിപ്പോ അടുത്ത് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് 24, 25 ഒക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. എന്നാലും ഇന്ത്യയിൽ നടന്നത് കൊണ്ട് 2023 നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2024 നടന്നത് എവിടെയാണ്? കസാക്കിസ്ഥാനിലാണ്. ഓക്കെ. SCO എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ്. ഷാങ്ഹായ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ചൈനയാണ്. അപ്പൊ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബീജിംഗ് ചൈനയാണ്. അതുപോലെ തന്നെ 2023 അത് എവിടെയാണ് നടന്നത്? ഇന്ത്യയിലാണ്. 24 കസാക്കിസ്ഥാനാണ്. അടുത്ത് വേറെ കുറച്ച് വേറെ 3 സബ്മിറ്റുകൾ കൂടി നമ്മൾ ഉച്ചകോടിയിലൂടെ പഠിക്കാറുണ്ട്.
വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സബ്മിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സബ്മിറ്റ് എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി 2024 വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനം നടന്നത് എവിടെയാണ്? ചിലിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ അന്താരാഷ്ട്രമായിട്ടുള്ളതാണ് കുറച്ച് പഠിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി ഒരുപാട് വേദികളുണ്ട്. ഇത് ഉച്ചകോടികൾ മാത്രമാണ്, അല്ലാതെ ഒരുപാട് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തുമായിട്ട് ഒരുപാട് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമ്മേളനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? മന്ത്ലി കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര, അപ്പൊ ഇത്രയും പഠിച്ചു എന്ന് വെച്ച് ആ ടോപ്പിക് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. വേദികൾ ഒരുപാടുണ്ട്. ഇത് ഉച്ചകോടികൾ മാത്രമാണ്. ഓക്കെ, സ്പോർട്സ് വേദികൾ ഒത്തിരി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ കറണ്ട് അഫയേഴ്സും PDF-ഉം അതിന്റെ ഫുൾ നോട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പില് കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. താങ്ക് യു.